عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن هو الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ബഖറയിലെ 177 മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അല്പം വലിയ ഒരായത്താണ്. വേർഡ് ബൈ വേർഡ് മീനിങ് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് വേറൊരു ഇതിൻ്റെ ഒരു സുഗമമായ ഒരു കേൾവി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഓരോ വേർഡ് എടുത്ത് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ലൈസ, അതിൻ്റെ അർത്ഥം അത് പറയുമ്പോൾ അത് കൂടുതലൊരു അധികം പഠനം ആഗ്രഹിക്കുന്നവർക്ക്, ഇത് സാരാംശം മനസ്സിലാകുക എന്നുള്ള ഉദ്ദേശമുള്ളവർക്ക് അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വേർഡ് തുവല്ലു അതിൻ്റെ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് നമ്മൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന് മറ്റൊരു പ്ലേലിസ്റ്റിൽ ഇൻഷാ അല്ലാഹ് വേർഡ് ഖുർആൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം ആഗ്രഹിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بأهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. ليس البر എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുണ്യം. നമ്മളെ ഖിബിലമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതായത് അള്ളാഹു ചർച്ച ചെയ്തു, വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട വിഷമത്തെ പരിഹരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ വിഷയം വീണ്ടും എടുത്തുദ്ധരിക്കുകയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹ്, നിങ്ങളെ മുഖം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കണതല്ല. മശ്രിഖിലോ മാരിബോ പടിഞ്ഞാട്ട് തിരിക്കലോ കേക്ക് തിരിക്കലോ അതൊന്നും അല്ല. അതല്ല പ്രധാനം. എന്ന് വെച്ചാൽ അത് പ്രധാനമാണ് അല്ല എന്നല്ല, അതല്ല പ്രധാനം. നിങ്ങൾ പടിഞ്ഞാറ്റിരിക്കുന്ന ആളാണ്, നമ്മൾ നാട്ടിലൊരു നാടൻ പ്രയോഗം നടത്തലുണ്ട്, നിങ്ങൾ നിസ്കരിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ വേറെ പടിഞ്ഞാറ്റിരിയാത്ത ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിസ്കരിക്കാത്ത മനുഷ്യനാണ്. നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും ലോകാടിസ്ഥാനത്തിൽ അംഗീകരിച്ചാലും നിസ്കാരമില്ല പിന്നെ അവനെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കേൾക്കുന്ന ഞാൻ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ആരായാലും അത് അവൻ ആരാവട്ടെ, എത്ര വലിയ ആലിമോ ഇത് വലിയ കുടുംബത്തിൽപ്പെട്ട ആളായിട്ടും കാര്യം നിസ്കാരമില്ലേ അത് പോയി കാര്യം. പക്ഷേ ആ കാര്യം വെച്ചിട്ട് തന്നെ പറയുന്നത് നിസ്കരിക്കലും അല്ല പ്രധാനം. എന്താ പ്രധാനം? ഏറ്റവും പുണ്യമുള്ള കാര്യം എന്താ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുക, അമ്പിയാക്കളിൽ വിശ്വസിക്കുക. അതായത് വിശ്വാസകാര്യ ഈമാൻ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വിശ്വാസപരമായ അടിത്തറ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിക പരസ്യ പ്രചാരണം തുടങ്ങിയതിന് ശേഷമുള്ള മക്കി കാലഘട്ടത്തിൽ തന്നെ, മദീനത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവതരിക്കപ്പെട്ട ആയത്തുകളിലൊക്കെ ധാരാളമായിട്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. അപ്പം ഖുർആൻ ഇതുവരെ ചെയ്തത് നമ്മൾ ബഖറയുടെ ഫസ്റ്റ് മുതൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ അനാചാരങ്ങൾക്കെതിരെ, ബിദഅത്തുകൾക്കെതിരെ, ഷിർക്കുകൾക്കെതിരെ, ഷിർക്കിനെതിരെ, കുഫ്രിയത്തിനെതിരെ ഇതൊക്കെ എങ്ങനെ സംസാരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ വിശ്വാസപരമായിട്ട് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക അടിസ്ഥാനങ്ങളിലേക്കാണ് ഇനി വരുന്നത്. അപ്പോൾ ഈമാൻ ഉണ്ടാവുക, അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, അള്ളാഹുവിൻ്റെ
നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ഞാൻ ജീവിക്കണമെന്നും അത് മനസ്സിലാക്കാനുള്ള ഇഷ്ടം ഉണ്ടാവുകയും അതിൻ്റെ പിന്നാലെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. പരലോകത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക വിശ്വാസം, പരലോകം ഉണ്ട് എന്നല്ല, ജീവിതത്തിൽ പരലോകമുണ്ട് എന്ന ബോധത്തോടെ കർമ്മം ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന ഇഹ്സാനോടുകൂടെ ജീവിക്കുന്നതിന്, അതിനെ ഈമാൻ യഖീനോടുള്ള വിശ്വാസമാണ് പറയുന്നത്. അപ്പം ഒരാൾ അതൊക്കെ വിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും 5 നേരം നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അവരുടെ വിശ്വാസം അവരുടെ കർമ്മവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ്. എന്നിട്ട് വൽ മലായികതി വൽ കിതാബ്, മലായികത്തുകളിൽ വിശ്വസിക്കണം. മലക്കുകളുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മലക്കുൽ മൗത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിനൊക്കെ തള്ളി പറഞ്ഞവരുണ്ട്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺസന്തതികളാന്നൊക്കെ ഉള്ള ഒരു വാദമൊക്കെ അന്ന് മക്കയിലുണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല. അത് എന്നിട്ട് വൽ കിതാബ്, അത് ഖുർആൻ മാത്രമല്ല മറ്റ് വേദഗ്രന്ഥങ്ങളിലും നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അതിൽ വേദഗതിയൊക്കെ വരുത്തിയിട്ടുണ്ട് അവർ, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് അള്ളാഹിൻ്റെ കലാമാണല്ലോ. അതും ഫുർഖാനും മൂസ അലൈഹി സ്വലാമിൻ്റെ തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ അള്ളാഹിൻ്റെ കലാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണം. വൻ നബിയീൻ, നബി എന്നല്ല പറഞ്ഞു, നബിയീന, പ്രവാചകൻ, അംബിയ മുർസലുകളുടെ പരമ്പര, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നമ്മൾ അനുധാവനം ചെയ്യുന്നു. അതുപോലെ മറ്റ് അംബിയ മുർസലിൽ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് തീർന്നിട്ടില്ല, വിശ്വാസം മാത്രം പോരാ, പിന്നെ കർമ്മപദത്തിലേക്ക് വരിക. വആതൽ മാല അലാ ഹുബ്ബിഹി, തൻ്റെ ഇഷ്ടമുള്ള ആളുകൾക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൻ്റെ സമ്പത്ത് എന്ത് ചെയ്യുക, ചിലവഴിക്കുക. ആർക്കൊക്കെയാണ് ചിലവഴിക്കേണ്ടത്? ദവിൽ ഖുർബ, അടുത്തുള്ളവർക്ക്, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക്, മക്കൾക്ക്, സ്നേഹത്തോടെ ജ്യേഷ്ഠാനുജന്മാർക്ക്, കൂടപ്പിറപ്പുകൾക്ക്, രക്തബന്ധുക്കൾക്ക്. തീർന്നിട്ടില്ല, അവിടെ തീരുകയല്ല. നമ്മൾ സമ്പത്ത് ചിലവാക്കുന്നതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. വീട്ടിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആരാവട്ടെ വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ചിലവഴിക്കുന്ന പണമൊക്കെ പുണ്യമുള്ളതാണെന്ന് ആ നീയത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. നമ്മളൊരു ചെറിയ കാര്യം ചെയ്യും, വീട്ടിലേക്ക് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ദിവസവും സാധനങ്ങൾ വാങ്ങുന്നതും ഒക്കെ പുണ്യമുള്ള കാര്യമാണ്. അവരുടെ വയറ് നിറക്കുന്നതിന് നമുക്ക് അള്ളാഹിൻ്റെ അടുക്കുന്ന കൂലിയുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ആ കാര്യം മനസ്സിലേക്ക് വരാറില്ല. വൽ യതാമ, യതീം, മിസ്കീൻ, ഇതൊന്നും വിട്ടിട്ട് കടയില്ല കേട്ടോ പ്രിയമുള്ളവരെ. യതീമിനെയും ഗതിയില്ലാത്ത ആളുകളെയും അനാഥകളെയും ഒക്കെ, ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പുറമെ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ എത്തിയില്ല, നമ്മുടെ വിശ്വാസം പൂർത്തിയായില്ല എന്നാണ്. ഒരു ഗതിയില്ലാത്തവനെ കാണുമ്പോൾ അവനെ സഹായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, ഒരു യത്തീമിനെ കാണുമ്പോൾ നമുക്ക് ആ യത്തീമിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളാലാകുന്നത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ശരിയല്ല, നമ്മുടെ നിലപാട് ശരിയല്ല. ആരാധനാനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ വെറും നിസ്കാരത്തെ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കും, ഖീമുസ്സലാത്ത വയുത്തു സക്കാത്ത്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് എല്ലായിടത്തും സക്കാത്തിനെയും സാമൂഹിക ബാധ്യതകളെയും വിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ യത്തീമിനെയും അഗതികയും, പിന്നെ സബീൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സംരംഭങ്ങൾ, ആ വ്യക്തികൾ, അവരെയൊക്കെ നമ്മൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ നിസ്കാരത്തിൽ നിന്നും ഒക്കെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും വരുന്നതാണ്. വസ്സായിലീൻ, ചോദിച്ചു വരുന്നവർ, ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ധാർമ്മികമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അയാളെ എന്തെങ്കിലും നമ്മളാലാകുന്ന ഒരു സഹായം അയാൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. وفي الرقاب وقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا. അപ്പോൾ വയ്യാത്രക്കാർ, അഗതികൾ, ചോദിച്ചു വരുന്നവർ, പിന്നെ അതുപോലെ ഒരു അടിമമോചനം എന്ന് പറയുന്നതിനെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് റിഖാബി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അന്നത്തെ കാലഘട്ടത്തിൽ അടിമകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു അടിമ സമ്പ്രദായം നിലനിന്നു. ഇന്ന് അങ്ങനെ അല്ലെങ്കിലും പരോക്ഷമായിട്ട് പല രീതിയിൽ അടിമകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ്, ഇപ്പം ഒരാൾ വല്ലാതെ പിന്നെ കടവും ബാധ്യതയായിട്ട് ആകെ ഇടങ്ങാറായിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയത് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കേസിൽ പെട്ടു, നിരപരാധിയായ ഒരു മനുഷ്യൻ ഒരു കേസിൽ പെട്ടു. എന്നിട്ട് അയാൾ ഇങ്ങനെ കോടതി കയറി ജീവിതം മുഴുവനും, അതിലിപ്പോൾ ഡിവോഴ്സ് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഡിവോഴ്സ് സംഭവിക്കുന്നു, ത്വലാഖ് ഉണ്ടാവുന്നു, എന്നിട്ട് പരസ്പരം ഈഗോ, ദുരഭിമാനം, അതിൻ്റെയൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൂട്ടുമായിട്ട് പ്രശ്നങ്ങളാവുകയാണ്. എന്നിട്ട് കേസ് കൊടുക്കുക. ഇല്ലാത്ത ഒരുപാട് നുണക്കഥകൾ, ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കാനാണ്?
അന്ത്യനാൾ വരുമുള്ള കാര്യം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം, എന്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്? കള്ള കേസുകൾ കൊടുക്കുക, എന്നിട്ട് ആ കേസുകളുടെ പിന്നാലെ നടന്ന് ഈ യുവാവ്, പ്രത്യേകിച്ചും ഇപ്പം സ്ത്രീപീഡനം എന്ന് പറഞ്ഞ് പെണ്ണിനെല്ലായിടത്തും സപ്പോർട്ടുള്ളപ്പം സ്ത്രീകൾക്ക് അനുകൂല സാഹചര്യം കോടതിയിലുണ്ടാവും, അല്ല പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവും. ഒരാണിനെ സംബന്ധിച്ച് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അടിമയായിട്ട് പിന്നുള്ള 5-10 കൊല്ലം ഈ കോടതി ഒരാളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നത്. അത് ജയിലിൽ കിടക്കേണ്ട കേസ് വരികയാണെങ്കിലും അല്ലെ പുറത്താണെങ്കിലും അപമാനവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും, അവനൊരു അടിമയെ പോലെ അവന് വല്ലാത്തൊരു ഭാരമായിട്ട് ജീവിതത്തിൽ ജീവിക്കുക. അപ്പോൾ ഒരു സമ്പന്നനായൊരു വ്യക്തി, ഇതിനിപ്പോൾ എന്താ സെറ്റിൽമെൻറ്റ്, ഒരു സംഭവം പറയാം. ഇങ്ങനെ പ്രയാസപ്പെട്ട ഒരു വ്യക്തി, അയാൾ പിന്നെ പ്രവാസ ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഇതിപ്പോൾ ഈ അടിമ മോചനമായിട്ട് ബന്ധപ്പെട്ട് പറയാം കേട്ടോ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കുക, അയാളുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണു. അയാൾ എല്ലാ അർത്ഥത്തിലും ഒരു മാനസികമായിട്ട് അയാളെ തകർത്ത് അയാൾക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരാൻ തന്നെ ബുദ്ധിമുട്ട്. അത്രയേറെ ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഫയൽ ചെയ്തിട്ട് ബുദ്ധിമുട്ടുമായിട്ട് അയാൾ ജീവിക്കുക. ഓരോ രാത്രിയും പഠിച്ച റബ്ബിനോട് കെഞ്ചി കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി മുമ്പിൽ അയാൾക്കാവട്ടെ അതിനുള്ള ഒരു സാമ്പത്തികമായിട്ട് ഇത് ചെയ്യാനുള്ള അയാളുടെ ജീവിതത്തിൽ ഇല്ല. അപ്പോൾ അയാളിലേക്ക് ഒരു മനുഷ്യൻ നമ്മൾ പറയില്ല, മനുഷ്യൻ നിങ്ങളിലൂടെ ഞാൻ പടച്ചവനെ കണ്ടെന്ന് പറയില്ല, അതുപോലെ ഒരു മനുഷ്യൻ, പടച്ചവനെ പോലെ ഒരു മനുഷ്യൻ എന്ന് പറയാം. എന്നിട്ട് വന്നിട്ട് സംസാരിക്കുകയാണ്, വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറയാം, സാമ്പത്തികമല്ല പ്രശ്നം, അത് കൊടുത്തിട്ട് വീട്ടിക്കളാം. അപ്പോൾ കടമായിട്ട് മതി. ഇയാൾ പറയും, ഇയാൾക്ക് അഭിമാനബോധമുള്ള മനുഷ്യൻ, അയാളോട് പറയാ കടമായിട്ട് മതി, അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഹൈറാവും എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പ്രശ്നത്തെ ഒരു മനുഷ്യൻ ഒരു 10 വർഷത്തോളം ഈ മനുഷ്യൻ ഈ ഒരു അടിമയാണ്. ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഹോപ്പും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സങ്കടവും ബുദ്ധിമുട്ടുമായി മനസ്സംഘർഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ആലംബമാകാൻ ഒരാൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു പൈസ കൊടുത്തിട്ട് അത് സെറ്റിലാക്കി, ആ വിഷയം സെറ്റിലാക്കാൻ ഇയാൾ, ഈ ധനികനായ മനുഷ്യൻ, ധനികനെന്ന് പറയാൻ പറ്റില്ല, അള്ളാഹു ആ സമയത്ത് എത്തിച്ച ആ മനുഷ്യൻ ഇത് ശരിയാക്കുകയാണ്. ഇത് ശരിയാക്കുന്നതോടുകൂടെ മറ്റേ ആളുടെ ജീവിതത്തിൽ സന്തോഷമായി. അയാൾ ജീവിതത്തിൽ വലിയ 10 വർഷത്തിന് ശേഷം അയാൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്, സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അയാൾ തിരിച്ച് മാതാപിതാക്കളുടെ അടുക്കലേക്ക് വരുന്നതൊക്കെ ഈ മനുഷ്യൻ കാരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ലോകത്താരും അറിയില്ല. ആ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രം, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ള ഒരു വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അള്ളാഹു അളവില്ലാതെ അറ്റമില്ലാത്ത പ്രതിഫലം നൽകും. അത് ഈ ലോകത്തും പരലോകത്തും അതിലുള്ള റഹ്മത്തും ബർക്കത്തും ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അടിമമോചനം എന്ന് പറഞ്ഞാൽ ഇക്കാലത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്ന ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ഒരു സമ്പന്നനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, പക്ഷേ ഈ മറ്റേയാൾക്ക് കിട്ടുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതം അയാൾ എന്നെന്നും അയാളോട് കടപ്പെട്ടിരിക്കും. മാത്രമല്ല അയാളുടെ ഒറ്റ ദുആ മതി. മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിനിടയിൽ മറയില്ല എന്ന് ഹദീസ് ഉണ്ട്. അതാലോചിച്ച് നോക്കും, മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് 2 അർത്ഥത്തിലുണ്ടത്. മർദ്ദിക്കപ്പെട്ടവൻ്റെ ആ വിഷമം മാറ്റുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഈ മർദ്ദിതൻ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അതെന്തായാലും അള്ളാഹു തള്ളപ്പെടുകയില്ല. അതിന് മറുപടിയുള്ള ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ നമ്മൾ ഈ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരായാലും യത്തീമിൻ്റെ കാര്യം, മിസ്കീൻ്റെ കാര്യം ചോദിച്ചു വരുന്നവരെയും ഒക്കെ നമ്മൾ പരിഗണിക്കുന്ന പരസഹായിയായ ഒരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ് ദീനിൻ്റെ താല്പര്യം പ്രയമുള്ളവർ. നമ്മൾ ആരും ഒന്നും ഉണ്ടാക്കാൻ വന്നവരല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അമല് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വഴി അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ള ലക്ഷ്യം, അത് ഇവിടെ നിന്നൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മുടെ ജീവിതം ഇവിടെ ഒടുങ്ങേണ്ടതാണ്. നമ്മളിവിടെ എന്തൊക്കെ നേടി അതൊക്കെ അവിടെ തീരും. പണമാവട്ടെ, വീടാവട്ടെ, സമ്പത്താവട്ടെ ഒക്കെ അവിടെ തീരും. പക്ഷെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് കർമ്മങ്ങളാണ്, സ്വലിഹായ അള്ളാഹുവിൽ കബൂൽ ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളാണ്. അതേപ്പറ്റിയാണ് പറയുന്നത്. പിന്നെ കരാറിനെ പറ്റി, അഹ്ദിഹിം ഇദ അഹദു, നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കുക എന്നുള്ളത്. നമ്മൾ വാക്ക് പറഞ്ഞാൽ അത് വിശ്വാസി മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് ഈ കാപട്യം. കരാറ് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞ് പാലിക്കുക. നമ്മളൊരാളോട് ഒരു വാഴ ചെയ്താൽ അത് പാലിക്കണം. വെറുതെ വാക്ക് പറയാൻ പാടില്ല. അത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ, മക്കളോട് വരെ സൂക്ഷിക്കണം. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളോട് വാക്ക് പറഞ്ഞിട്ട് ഒഴിയുന്നൊരവസ്ഥ, അതൊന്നും വിശ്വാസിക്ക് ചേർന്നതല്ല. എന്നിട്ട് പറയാണ് നമസ്കാരം, അതിൻ്റെ അടുക്ക് നിസ്കാരം പറഞ്ഞു.
സ്വലാത്ത് വഖാമ സ്വലാത്ത് അതിൻ്റെ ഇടക്ക് നിസ്കാരവും അതിൻ്റെ ഇടക്കുള്ള ഒരു നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടക്കുള്ള ഒരു കാര്യമായിട്ടാണ് നിസ്കാരം. അപ്പം മറ്റ് സാമൂഹ്യ ബാധ്യതകളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം. അതൊക്കെ ആയിട്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ വരേണ്ടത്. അത് നിഷ്ഠയോടെ ഇഖാമസ്സലാ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചൊല്ലിയോ കുടുംബ ചൊല്ലിയോ അല്ല, 5 വക്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യസമയത്ത് നിസ്കരിക്കുന്നതിനെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് അള്ളാഹുവിലേക്ക് സ്വർഗപ്രവേശനവും. അപ്പോൾ ആ നമസ്കാരം അങ്ങനെ ആയിട്ട് വരണം. ആ നിസ്കാരവും ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടണം. വസ്വാബിരീന ഫിൽ ബഅസാഇ, പിന്നെ പറയാണ് ക്ഷമ പാലിക്കാൻ. എവിടൊക്കെയാണ്? ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്, വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, യുദ്ധവേളകളിൽ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ക്ഷമ പാലിക്കുക. ഉലായിക അല്ലദീന സ്വദഖൂ, അവരാണ് സദ്വൃദ്ധരായ ആളുകൾ. ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവരാണ് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖികളായ മനുഷ്യർ എന്ന് അള്ളാഹു പറയുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നതോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഒരു മനുഷ്യൻ എത്തുക എന്ന് പറഞ്ഞാൽ അല്ലാതെ കിഴക്കോ പടിഞ്ഞാറോ തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നതിനല്ല പുണ്യം കിടക്കുന്നത്. നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, കുറേ ആരാധനാനുഷ്ഠാനങ്ങൾക്കപ്പുറം ഇസ്ലാമിൻ്റെ മാനുഷിക മുഖം ഒരു പരസഹായിയായിട്ട് ഷജറത്തുൻ ത്വയ്ബ വരുന്നുണ്ട് ഇനി ഖുർആനിൽ തന്നെ. നന്മ മരമായിട്ട് ഒരു മനുഷ്യൻ മാറണം എന്നുള്ളത് തന്നെയാണ്, നല്ല മനുഷ്യനാവുക എന്നത് തന്നെയാണ് ഇതിൻ്റെ താല്പര്യം. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي, നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പോകാം നല്ലത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു വലിയ വിഷയങ്ങളായിട്ടുണ്ടായി. നമ്മൾ കൊല്ലപ്പെടുക, ഈ കൊല പല രീതിയിലുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്, വർഗീയതയുടെ പേരിലുണ്ട്, കുടുംബവൈര്യത്തിൻ്റെ പേരിലുണ്ട്, വ്യക്തികൾ പല കാരണങ്ങളാൽ കൊല നടക്കാറുണ്ട്. കൊല്ലപ്പെടുന്നതിൻ്റെ വിഷയത്തിൽ, കൊല്ലുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ കൊല്ലാൻ സാധിക്കില്ല, സാധ്യമല്ല, അങ്ങനെ പാടില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല. അള്ളാഹു അതിന് നമുക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് അബദ്ധത്തിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അബദ്ധവശാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വലിയ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി അപ്പുറത്തെ ആളെ കണ്ടില്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, നമ്മളൊരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അറിയാതെ വഴി എന്തെങ്കിലും ആക്സിഡൻറ്റ് ബൈ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നു, നമ്മൾ പോയിട്ട് ഇടിച്ചത് ഒരു മനുഷ്യനായിപ്പോയി, വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ അബദ്ധവശാൽ സംഭവിക്കാന്നല്ലാതെ ബോധപൂർവ്വം ഒരു മനുഷ്യനെ ഒരാൾക്ക് കൊല്ലാൻ സാധിക്കില്ല. അത് ഒന്ന് നമ്മൾ അങ്ങനെ ഒരാളിനി ഒരു ബോധപൂർവ്വം ഒരാൾ വ്യക്തിവൈര്യത്തിൻ്റെ പേരിലോ വിദ്വേഷത്തിൻ്റെ പേരിലോ സാമ്പത്തികമായ തർക്കത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വർഗീയതയുടെ പേരിലോ ഒക്കെ നമ്മളൊരു വ്യക്തിയെ നേരിട്ട് കൊല്ലുന്നത് അയാൾ ലോകത്തുള്ള മുഴുവൻ അതിന് അന്യായം എന്നാ പറയാം. അത് ന്യായമില്ല. എനിക്ക് അയാൾ 10 ലക്ഷം തരാണ്ട് ഇതിൽ തന്നില്ല, ഞാൻ അയാളെ കൊല്ലാന്നല്ല, അതല്ല ന്യായം. അന്യായമായി ഒരാളെ ഇതൊന്നും ന്യായമല്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം ഇല്ല. ഇനി എപ്പോഴാണ് ആർക്കാ പിന്നെ അധികാരം? ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ തന്നെയാണ്, ആ നിയമ സംവിധാനങ്ങളും ആ രാജ്യത്തെ ഭരണകൂടത്തിനുമാണ് ഒരാളെ കൊല്ലാനുള്ള അധികാരമുള്ളത്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതന്നെ എങ്ങനെയാണ് ഒരാളെ കൊന്നാൽ അതിൻ്റെ പ്രതിക്രിയയെ പറ്റിയാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോൾ പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കി തന്നിട്ടുണ്ട്. ഒരാളെ കൊന്നാൽ തിരിച്ച് കൊല്ലേണ്ട ആരാ? ഗവൺമെൻറ്റാണ്, ഇസ്ലാമിക് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റാണ് ആ രാജ്യത്തുള്ള അവരാണ് അതിൻ്റെ സംവിധാനം. നിയമപരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക താല്പര്യം. അല്ലാതെ നമ്മൾ കൂട്ടം കൂടി പോയിട്ട് തിരിച്ച് കൊല്ലുകയല്ല വേണ്ടത്. അപ്പോൾ പക്ഷേ ആ തിരിച്ചുള്ള പ്രതിക്രിയ ഉണ്ടല്ലോ, ഒരാളെ കൊന്നതിന് തിരിച്ച് പകരം വിട്ട് അയാളെ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇസ്ലാമിക താല്പര്യമാണ്. അതുവഴി രാജ്യത്ത് സമാധാനം ഉണ്ടാവുക ചെയ്യാം. അങ്ങനെയുള്ള ഭയം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഗൾഫ് നാടുകളിലൊക്കെ ഈ വാള് വെച്ചിട്ട് വെട്ടിക്കൊല്ലുന്നതും വെടിവെച്ച് കൊല്ലുന്നതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത്, അതങ്ങനെ സംഭവിക്കേണ്ടതുണ്ട്.
കട്ടവൻ്റെ കൈ പബ്ലിക്കായിട്ട് മുറിച്ച ഒരു നാട്ടിൽ, ഇപ്പം നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം, ഒരാളുടെ കൈ വെട്ടി, അങ്ങാടി വെച്ചിട്ട്, ടൗണിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ആളുടെ കൈ പോലീസ് അനൗൺസ് ചെയ്തു, കോഴിക്കോട് സിറ്റി പോലീസ് അനൗൺസ് ചെയ്തു, ഒരാളെ പിന്നെ കട്ടിട്ടുണ്ട്, വലിയ മോഷണമാണ്, ലക്ഷങ്ങൾ മോഷ്ടിച്ചു, അയാൾ കള്ളനെ പിടികൂടിയിട്ടുണ്ട്, കള്ളൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അയാളുടെ കൈ വെട്ടുകയാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് കൈ വെട്ടിയിട്ട് അയാളെ ഈ നാട്ടിലേക്ക് തുറന്നു വിടുകയാണ്. ഈ മനുഷ്യന് ഈ കൈ വെട്ടിയ മനുഷ്യൻ പിന്നെ അങ്ങനെ ഒരു കാര്യത്തിന് മുതിരുമോ? ചോദ്യം നമ്പർ 1 ഇല്ല, ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യില്ല. മാത്രമല്ല അയാളെ ഏത് നാട്ടിലുള്ള അയാളെ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും കട്ടവൻ്റെ ഗതി ഇതാണ്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ ഇന്ന് ഗൾഫ് നാടുകളിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങൾ അവന് ഒരുപാട് ഘടകങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു ഘടകം ഇതാണ്, പണിഷ്മെൻ്റാണ്. അപ്പം ഇനി അതൊന്നും വേണ്ട, ട്രാഫിക് അപകടങ്ങൾ വളരെ കുറവാണ് ഗൾഫ് നാടുകൾ. ഉണ്ട്, പക്ഷേ അത് വളരെ ലംഘനങ്ങൾ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഒരു 3 വർഷം ഗൾഫിൽ ജീവിച്ച് നാട്ടിൽ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായിപ്പോയി. പണ്ട് ഞാൻ നാട്ടിൽ വണ്ടി ഓടിച്ച ആളാണ്, പക്ഷേ ഗൾഫിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ നാട്ടിൽ വന്നിട്ട് വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വല്ലാതെ മനസ്സൊക്കെ എന്ത് രാജ്യമാണിത്, എന്ത് നാടാണ്, എന്ത് നിയമമാണെന്ന് തോന്നിപ്പോവും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ഗൾഫിൽ നിന്നിട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ നമുക്ക് ഉള്ള പിന്നെ നമ്മൾ ഒരു എത്രത്തോളം നിയമം പാലിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം, അത് വലിയ കാര്യമാണ്. നല്ല റോഡുകൾ, നേരെയുള്ള റോഡുകൾ, അതിനുള്ള സിഗ്നൽ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ അതിനൊക്കപ്പുറം ഫൈനാണ്. നമ്മളവിടെ സ്പീഡ് കൂട്ടിയാലും ഫൈന്, കുറച്ചാലും ഫൈന്, എന്തിന് തൊട്ട ഫൈൻ. അപ്പം വളരെ വിജിലൻ്റായിട്ട് മാന്യമായിട്ട് വണ്ടി ഓടിക്കും ഗൾഫിൽ. അത് പ്രധാനമായിട്ട് ശിക്ഷയെ ഭയന്നിട്ട്. അതുപോലെ ഒരാളെ കൊന്നാൽ ആ കൊന്ന ആൾക്ക് കൊല്ലാൻ പോകുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പുറം ലോകം കാണൂല, ഞാൻ ജയിലിലാവും, എന്നെ ശിക്ഷിക്കും എന്നൊക്കെ ഒരു കോടതിയും പോലീസൊക്കെ ഉണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് തന്നെ ആളുകളെ കൊല്ലാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ അരാജകത്വമാവില്ലേ? അപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ പോലെ അരാജകത്വം നടമാടുന്ന ഒരു നാടായിട്ട് മാറൂലേ നമ്മുടെ രാജ്യം. അപ്പോൾ അതിൽ ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൊലയാളിക്ക് പിന്നെ അൽ ഹുറു ബിൽ ഹുറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, അതായത് അത് സ്ത്രീ ആവട്ടെ, അടിമയാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ആരാവട്ടെ, അത് തിരിച്ചങ്ങനെ തന്നെ പ്രതിക്രിയ നമ്മൾ ചെയ്യും. ആരാണോ കൊന്നത് ആ കൊന്ന ആളെയാണ് തിരിച്ച് കൊല്ലേണ്ടത്. എന്നാൽ ഫമൻ ഒഫിയ, അഫു ചെയ്യാൻ മിൻ അഖി, മരിച്ച ആൾക്ക് എന്തായാലും അഫു ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരാ? അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഫത്തിബാഉൻ ബിൽ മഅറൂഫ് അദാഉൻ ഇലൈഹി ബിൽ ഇഹ്സാൻ. അപ്പോൾ ഇഹ്സാനോടുകൂടെ ഏറ്റവും നല്ല രീതിയിൽ ആ സഹോദരന്, തൻ്റെ സഹോദരന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മാന്യമായ നഷ്ടപരിഹാരം കൊടുത്തിട്ട് മാപ്പ് കൊടുക്കാം. അതിപ്പോൾ ഒരാളെ കൊന്നു, ആ കൊന്ന ആളെ തിരിച്ച് കൊല്ലാനാണ് എല്ലാവരും. ഗൾഫ് സിസ്റ്റത്തിലൊക്കെ കോടതി ഉണ്ടാവും, വിചാരണ ഉണ്ടാവും. വിചാരണയൊക്കെ കഴിഞ്ഞ് അവസാന സന്ദർഭത്തിലും കൊല്ലുന്നതിൻ്റെ മുമ്പും കുടുംബക്കാരോടും ബന്ധുക്കളോട്, അടുത്ത രക്തബന്ധുക്കളോടൊക്കെ ചോദിക്കും കൊല്ലട്ടെ. അപ്പോൾ അവർക്ക് തോന്നുകയാണ് മാഫ് സാരില്ല. അടുത്ത കാലത്തൊരു ഗൾഫിലെ ഒരു വല്ലാതെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു പിന്നെ ഒരു അബദ്ധവശാലാണോ എന്തോ അറിയില്ല, ഒരു അറബ് കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു കുട്ടിയെ വേറൊരു കുട്ടി കൊല്ലുകയാണ്. അപ്പോൾ ആ ഉമ്മയൊക്കെ ആ മോനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ആ തിരിച്ച് കൊലപാതകം അവിടെ നടപ്പാക്കുകയാണ്. എത്ര വലിയ അറബ് കുടുംബത്തിലെ കുട്ടിയാണത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കൊന്നു. അബദ്ധവശാലല്ല എന്നാണ് പറയപ്പെടുന്നത്, അബദ്ധവശാലാണ് എന്നും അല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവങ്ങളാണ്. പക്ഷേ അവരോട് ചോദിക്കണ്ടേ ലാസ്റ്റ് മൊമെൻറ്റിലും നിങ്ങൾ പുറത്തു കൊടുക്കുമോ ഇത്ര? അവർ എന്നിട്ട് ഈ കൊല്ലാൻ പോകുന്ന കുട്ടിയുടെ കുടുംബക്കാർ വലിയ സമ്പത്തുള്ള ആളുകൾ വന്നിട്ട് അവരുടെ മുഴുവൻ സ്വർണവും പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്, കോടികളുടെ സാധനം കൊണ്ടു കൊടുക്കുക. എന്നിട്ട് പറയാണ് മോനെ ഒഴിവാക്കണം. അപ്പോൾ പറയാണ് ഇല്ല, അവർക്ക് അത് ഇല്ല എന്ന് പറയണ ഇല്ല എന്ന് തന്നെയാണ്, അവർക്ക് ശിക്ഷയൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് ആ സമയത്ത് അങ്ങനെ തോന്നുന്ന ഒരു ഉപ്പക്ക് അത് തോന്നുക എന്നുള്ള വേറെ വിഷയമാണ് കേട്ടോ. നമ്മുടെ ചോരയെ അനുജന ജ്യേഷ്ഠനൊക്കെ ഒരാൾ കൊന്നിട്ട്, അത് ന്യായമായിട്ട് കൊന്നിട്ട് അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നാൽ അത്രയും വലിയ വിശാലമായ മനസ്സൊക്കെ വേണം. പക്ഷേ എന്തിരുന്നാലും അതാണ് ഏറ്റവും നല്ലത്. ഹസനോടുകൂടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, നഷ്ടപരിഹാരം വാങ്ങണം എന്നുള്ളതാണ്. ذَلِكَ تَخْفِيفٌ مِّن رَّبِّكُمْ وَرَحْمَةٌ, അവിടെയാണ് കാരുണ്യം.
അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു കാരുണ്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കൊന്നാൽ എല്ലാവരും പൊരുത്തപ്പെട്ടു വരും എന്നുള്ളതാണെങ്കിൽ പിന്നെ കൊല തന്നെയായിരിക്കും ഇവിടെ നടക്കുക. അപ്പോൾ അവിടെ ഇസ്ലാമിക നിയമങ്ങൾ എന്തിനാ? റഹ്മത്താണ് ജനങ്ങൾക്ക്. ഇപ്പോൾ ശരിക്ക് ഒരാൾ അബദ്ധവശാൽ കൊന്നു തന്നെ വിചാരിക്കുക. കൊന്നാൾ ഇപ്പം കേരളത്തിലൊരു വ്യക്തി ഇപ്പോൾ അവിടെ സൗദി ജയിലിൽ കിടക്കുന്നത് മോചനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇത്രയും നഷ്ടപരിഹാരം കൊടുത്ത് മോചനത്തിന് അവരുടെ കുടുംബം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരെ വിടും. പക്ഷേ അതൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം ഇതൊക്കെ മനുഷ്യ നന്മക്ക് വേണ്ടിയാണ്. കൊലക്ക് കൊല വേണം, കണ്ണിന് കണ്ണ് വേണം, എങ്കിലേ ഈ രാജ്യത്ത് എല്ലാവർക്കും നീതി ലഭ്യമാകും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന വിവേചനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്തത്. ഈ മറ്റു മതങ്ങളുടെ അകത്ത് തന്നെ ഒരുപാട് വർഗീയമായിട്ടുള്ള വിവേചനങ്ങൾ, ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ വളരെ ക്രൂരമായിട്ട് അമ്പലങ്ങളിൽ തന്നെ കയറ്റാത്ത പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പള്ളികളിൽ ഇപ്പോൾ ഒരു മുസ്ലിം, ഏത് മുസ്ലിം ആട്ടെ, ഇനി ഏത് സംഘടനയാട്ടെ കയറിയാൽ നമ്മളാരും തടയാൻ നിൽക്കില്ല. അങ്ങനെ തടയുന്നത് ശരിയല്ല എന്ന് നമുക്കറിയാം, ഇസ്ലാമികമായിട്ട് ശരിയല്ല, അത് നമ്മളെ ദീന് പഠിപ്പിക്കുകയാണ്. പക്ഷേ മറ്റ് മതദർശനങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തില്ല. ചില അമ്പലങ്ങളിലൊക്കെ കയറ്റാതൊക്കെയുള്ള വല്ലാതെ പ്രയാസം. നമുക്ക് ഏത് ജാതി നമ്മുടെ പള്ളിയിൽ കയറ്റാം, നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് മനുഷ്യനെയാണ്, നമ്മൾ മനുഷ്യനായിട്ട് എല്ലാ മനുഷ്യന്മാരെയും കാണുന്നത്. ഒരു രീതിയിലുള്ള വർഗീയതയും ഇസ്ലാമിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമാധാനം, ശാന്തി ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ വേണം, അതിശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വേണം. അങ്ങനെ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഇനിയിപ്പോൾ ഒരാൾ ഈ കുറ്റബോധം ഉണ്ടായ ആൾ കരഞ്ഞ് ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്, എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഭൃത്യനായി നിങ്ങളുടെ ഒരു മകനെ പോലെ ഞാൻ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ അത്രയും കണ്ണീരോടുകൂടി കുടുംബക്കാരടുത്ത് വരുമ്പോൾ അവർക്ക് ഒരു സ്നേഹം തോന്നിന്നാൽ പിന്നെ ഒരു നഷ്ടപരിഹാരമായിട്ട്, ചെറുതല്ല, ബ്ലഡ് മണി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ്. ആ പൈസ അവർ പറയുന്ന തുക കൊടുക്കണം. അത് കൊടുത്തിട്ട് ഇയാൾക്ക് മോചനം ചെയ്യാം, ജയിൽ മോചനം. അതായത് അയാളെ തിരിച്ചു കൊല്ലേണ്ടതില്ല. അവർ ഈ രക്തബന്ധുക്കൾ സമ്മതിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഗവൺമെൻറ് ത്രൂ ആണ് നടക്കേണ്ടത്, ഒരു സംവിധാനങ്ങൾ വഴിയാണ്. പോലീസ് സംവിധാനം എന്താണോ അവിടുത്തെ ഭരണ സംവിധാനം അതുവഴിയാണ് ചെയ്യേണ്ടത്. നമ്മളൊന്നും വ്യക്തിപരമായിട്ട് ഇടപെട്ട് കൊല ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇസ്ലാമിലില്ല എന്ന് സാന്ദർഭികമായിട്ട് അതുകൂടെ ചേർത്ത് പറയാണ്. ഒക്കെ അതിൻ്റെ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് അള്ളാഹ് നോക്കും. അലല്ലാഹ്. പിന്നെ അള്ളാഹ് വെറുതെ കൈകെട്ടി നോക്കിക്കുന്നവരല്ലല്ലോ. അള്ളാഹുവിനെല്ലാം കാണുന്നവനാണ്, എല്ലാം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് സംവിധാനങ്ങൾ വഴി തന്നെ പരമാവധി നമ്മളത് ശ്രദ്ധിക്കുകയും മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്, നിയമ സംവിധാനങ്ങളാണ്. وَلَكُمْ فِي الْقِصَاصِ حَيَاةٌ يَا أُولِي الْأَلْبَابِ لَعَلَّكُمْ تَتَّقُونَ. ഇത് ഈ പ്രതിക്രിയ, ഖിസാസിൽ ഹയാത്തുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ ഈ പ്രതിക്രിയയിൽ നിങ്ങൾക്ക് എന്താണ്? പ്രതിക്രിയ രണ്ട് രീതിയിലാണ് പറഞ്ഞത്. ഒന്നുകിൽ ഡയറക്റ്റ് കൊന്നവനെ കൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ അവനക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അത് നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് ശിക്ഷ ഇളവുകളോടെ അതൊക്കെ ചെയ്യുന്നതൊക്കെ ജീവിതമാണ്. ഭൂമിയിൽ സുസ്ഥിരമായ സുഭദ്രമായ ഒരു സമൂഹം നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനൊരു സംവിധാനം ചെയ്തിട്ടുള്ളത്. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. ഇനി അനന്തര സ്വത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അനന്തരാവകാശ നിയമങ്ങൾ, അത് വിശദമായ നിയമങ്ങൾ എത്ര കൊടുക്കണം, ആർക്ക് എത്ര, എങ്ങനെ എത്ര ഉണ്ട്, എത്ര എന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ അത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും ഒഴിവുപോലെ പഠിച്ച് നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ ആദ്യം പറയാൻ, ആയത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹ് തന്ന നിയമമാണ് അനന്തരാവകാശ നിയമം. അത് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിമറിക്കാൻ പറ്റില്ല. അനന്തര സ്വത്ത് ഒരുക്കവന മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതിൻ്റെയൊക്കെ മീഡിയേറ്റേഴ്സായിട്ടോ, ഇനിയിപ്പോൾ അത് അനന്തര സ്വത്ത് വാങ്ങുന്നവരെന്തായാലും ആവേണ്ടി വരുമല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അത് സാക്ഷി നിൽക്കുമ്പോഴും ഒക്കെ അള്ളാഹിൻ്റെ നിയമപ്രകാരം മാത്രമായിരിക്കണം. സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട, ഇഷ്ടം പോലെ തിന്നാൻ പറ്റിയതല്ല. നമ്മൾ വേറെ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഈ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നമുക്ക്
അതുകൊണ്ട് ഒരു ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ, അത് ഏത് ഹറാമാണ്, അത് നമ്മുടെ മുതൽ ഹറാമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠനും രക്തബന്ധുക്കളും കൂടപ്പിറപ്പുകൾക്കും അടുത്ത ബന്ധുക്കൾക്കും കിട്ടേണ്ട സമ്പത്ത് നമ്മൾ വാരി തിന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 രൂപ നയ പൈസ നമ്മുടെ ജീവിതത്തിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ, അതുവഴി നഷ്ടമല്ലാതെ അള്ളാഹ് തരും എന്ന് പറഞ്ഞാൽ പണി തരും. നമുക്ക് ശാരീരികമായിട്ട് അസുഖങ്ങൾ തരും. പൈസ ഏത് വഴിയാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ അള്ളാഹ് നമ്മളെ നരകിപ്പിക്കും. അത് നിങ്ങളുടെ നാട്ടിലെ തന്നെ ഇങ്ങനെ മുതൽ അങ്ങനെ എടുത്തവർ, ഹറാമായ രീതിയിൽ സമ്പാദിച്ചവർ, തുടക്കത്തിലൊന്നും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സീൻ അങ്ങോട്ട് മാറും, ജീവിതം അങ്ങോട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവും. ദുനിയാവിൽ വെച്ച് തന്നെ എല്ലാം ഒന്നും നിന്ദ്യതയോടുള്ളൊരു ശിക്ഷയാണ് ഈ ഭൂമിയിൽ അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് ഈ അനന്തര സ്വത്ത് എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ഈ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ ഇതിനൊക്കെ എന്തിനു ദീന്, നമ്മൾ നിസ്കരിച്ചാൽ പോരെ, ഹജ്ജ് ചെയ്ത് അള്ളാഹ് പുറത്തരും എന്നുള്ള അബദ്ധ ധാരണയായിട്ട് ആരും ജീവിക്കരുത്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഒരു തെറ്റ് തന്നെയാണ്. മാതാപിതാക്കളുടെ മരണം, എത്ര കുടുംബങ്ങളാണ് തെറ്റിപ്പോയിട്ടുള്ളതെന്നറിയോ? കുടുംബം തെറ്റ്, അമ്മ പാപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ തമ്മിൽ ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ആയത്ത് അത്രയും പ്രധാനമുണ്ട്. പറയാം, നിങ്ങൾ ആരെങ്കിലും മരണാസന്ന കുത്തിബാലേക്കും ഇത് ഹലറ അഹദക്കുമുൽ മൗത്ത് ഖൈറനിൽ വസിയ്യത്ത് എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശേഷം സ്വത്ത് ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടെ വസിയ്യത്ത് ചെയ്യുക. അപ്പോൾ വസിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനന്തര സ്വത്തും വസിയ്യത്തും വ്യത്യാസമുണ്ട്. അനന്തര സ്വത്തിലേക്കല്ല, വസിയ്യത്ത് സ്വത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ മരിച്ച വ്യക്തിയുടെ പിന്നെ കടബാധ്യതകൾ വീട്ടിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങൾ വീട്ടി, ഖബറിന് പിന്നെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ, കഫൻ ചെയ്തതിൻ്റെ ചിലവുകൾ, അങ്ങോട്ടുള്ള ബാക്കി ചിലവുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള സ്വത്ത് അത് അനന്തര സ്വത്താണ്, അത് അങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ വസിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെ വസിയ്യത്ത് മക്കൾക്ക് ചെയ്യാനുള്ളതല്ല. മക്കൾക്ക് ചിലരൊക്കെ പറയും മക്കൾക്ക് തന്നെ വസിയ്യത്ത്, എൻ്റെ മൂത്ത മോൻ എന്നെ ജീവിതകാലം മുഴുവൻ നോക്കി, അതുകൊണ്ട് ഓൻക്കട് കൊടുക്കുകയാണ് എൻ്റെ തറവാട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ചെറിയ മോനാണ് വീട്ടിൽ, ഇപ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു വർത്താനമൊക്കെ ഉണ്ട്, വീട്ടിലൊരു ചെറിയ മോനുണ്ടെങ്കിൽ എൻ്റെ ചെറിയ മോനാണ് വീട് കൊടുക്കുക, തറവാട് ഓനുള്ളതാണ്, ബാക്കിയൊക്കെ നിങ്ങളോട് പരിവച്ചോളി എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊന്നും ചെയ്യാൻ ഇസ്ലാമികമായിട്ട് തുല്യമായ വീതം വെപ്പിക്കൽ തന്നെ വേണം. അതിൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. മാത്രമല്ല, ഇനി വീതം വെച്ച ശേഷം ആഫ്റ്റർ അപ്പോൾ ആ വീതം വെക്കുന്ന ആൾ അത്രയും ദീനിയായിട്ട് അറിവുള്ള ആളായിരിക്കണം. മാത്രമല്ല അയാൾ പടച്ചോനെ പേടിയുള്ളതായിരിക്കണം. അല്ലാത്ത നീ അങ്ങനത്തെ ഒക്കെ പണിയിൽ ഈ വീതം വെക്കണ അനന്തര സ്വത്ത് ഒതുക്കുന്നതൊക്കെ മധ്യസ്ഥനായി നിൽക്കാനൊക്കെ പോയിട്ടേ വല്ല തെറ്റും ചെയ്താൽ നിങ്ങളുടെ പരലോകമാണ് ഇല്ലാതാവണം. ആ മധ്യസ്ഥത വഹിക്കുന്ന ആളുകളോടാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ പരലോകങ്ങൾ വെറുതെ ഒരു സഹായം ചെയ്യാൻ പോയിട്ട് നഷ്ടപ്പെടുത്തരുത്. അതിനൊന്നും പോകാതിരിക്കാൻ നല്ലത്. ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ പോകുന്ന നല്ല കാര്യം തന്നെയാണ്. മര്യാദക്ക് മാനമര്യാദക്ക് ശരിയായ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ വസിയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വത്തിൻ്റെ എല്ലാം അങ്ങോട്ട് വസിയ്യത്താക്കാൻ പറ്റൂല. ഒരു 1/3 എന്നാണ് പിന്നെ ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ കുറച്ച് അത് തന്നെ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറയാം. ഒരു മാതാപിതാക്കളുണ്ടായിരുന്നു, അവരുടെ വീട്ടിലൊരു പിന്നെ അടുത്ത കുടുംബത്തിൽ തന്നെ പെട്ട ഒരു എന്താ പറയുക, ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. വേലക്കാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ മാതാപിതാക്കളുടെ മക്കളൊക്കെ പല രാജ്യത്തൊക്കെ ആയപ്പോൾ ഈ ഉമ്മാനിപ്പാനി ജീവിതകാലം അവസാനം മരിക്കണവരെ നോക്കുന്ന, എത്രയും കാലം വർഷങ്ങളോളം നോക്കിയ ഒരു മോള് അവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഒരു മകളും ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒന്ന് വസിയ്യത്ത് എഴുതി വെച്ച് കൊടുക്കാം. കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം ഓൽക്കൊന്നും ഇപ്പോൾ പൈസേൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല എന്നല്ല, അന്തരസ്വത്ത് അവർക്ക് തന്നെ പോകണം. പക്ഷേ എൻ്റെ ഈ വകയിലുള്ള ഈ ബന്ധുവിന് ഞാൻ ഇന്നെ കൊടുക്കാൻ ഇൻഷാല്ലാ തീരുമാനിച്ചു. ഇന്ന ആ സ്ഥലത്തുള്ള 5 സെൻറ്റ് സ്ഥലം ഞാൻ ഈ മോക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം സ്വത്തല്ല പറയുന്നത്. ഒരു 1/3 ഇങ്ങനെ വസിയ്യത്ത് ചെയ്ത് നേരത്തെ തന്നെ വെക്കാം. അതോടൊപ്പം തന്നെ പിന്നെ വേണ്ട ആളുകളൊക്കെ അനന്തര അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നേരത്തെ തന്നെ ആളുകളോട് പറഞ്ഞു വെക്കാം. ഇന്ന ആളുകളായിരിക്കണം സ്വത്തൊക്കെ വീതിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വെക്കാം. فمن بدله بعدما سمع, അതായത് ആ വസിയ്യത്ത് കേട്ട ശേഷം അത് മാറ്റിമറിച്ചാൽ, ഈ വസിയ്യത്ത് കേട്ടിട്ട് പിന്നെ അത് മാറ്റിമറിക്കാൻ പാടില്ല. അതങ്ങനെയാണ്. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കണതാണ്.
അപ്പോൾ വസിയത്ത് പിന്നെന്ത് ചെയ്യരുത്, നമ്മളത് മാറ്റാൻ പാടില്ല. ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു ഇന്നല്ലാഹ സമീഉൻ. അള്ളാഹ് എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അഗാധമായിട്ട് ഡെപ്തിൽ ഓരോ കാര്യം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വസിയത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ആർക്കും യാതൊരു, മക്കൾക്കോ അതിന് സാക്ഷി നിൽക്കുന്നവരോ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളോ അവർക്കൊന്നും യാതൊരു, അത് ബദല എന്ന് പറയാൻ മലയാളത്തിൽ തന്നെ പറയാം, ബദലാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ ഒന്നും പറ്റില്ല, അതങ്ങനെ തന്നെ കൊടുത്തേ പറ്റൂ. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. ഇനി അഥവാ ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായി ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഫല ഇസ്മ അലൈ, അതിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. വസിയത്ത് ചെയ്തവനിൽ നിന്ന് വല്ല അനീതിയോ തെറ്റോ സംഭവിച്ചതായി, അതായത് ആ വസിയത്ത് ചെയ്ത ആൾക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വസിയത്ത് ചെയ്ത ആൾ, അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, അയാൾ അതൊന്നും നോക്കാതെ എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം മൊത്തം ഈ നേരത്തെ പറഞ്ഞ പോലുള്ള കക്ഷിക്ക് കൊടുത്തു, എഴുതി കൊടുത്തു. ഒരു 10 ലക്ഷത്തിന് മുതലായിട്ട് കൊടുത്തു. ആകെ 15 ലക്ഷമുള്ള അതിൽ 10 ലക്ഷത്തിൻ്റെ 3 വരിയിൽ 2 വരി ഈ പറഞ്ഞ കക്ഷിക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്ത്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അനീതിയാണ്, മക്കൾക്ക് കിട്ടേണ്ട മുതലാണ്. അവിടെയും ഈ മധ്യസ്ഥത വഹിക്കുന്ന ആൾ, ഇടയിൽ നിൽക്കുന്ന ആളിന് കൃത്യമായ പങ്കുണ്ട്. അയാൾക്ക് പറയാം അങ്ങനെ അത്ര കൊടുക്കാൻ പാടില്ല, അനീതി അവിടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വേണം. 2 ഭാഗത്തും മക്കൾക്ക് കിട്ടാതാവാനും പാടില്ല. അങ്ങനെ ഒരു വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രസ്റ്റിനൊക്കെ വഖഫ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വസിയത്തിലുണ്ടെങ്കിൽ, ഒരു പള്ളിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ ഉള്ള സ്വത്തിൻ്റെ മുഴുവനും ഒരു പള്ളിക്കട എഴുതി വെച്ചിട്ടുണ്ട്, ഒരു യത്തീംഖാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും പാടില്ല. മക്കൾക്ക് കിട്ടുക തന്നെ വേണം. ആ അവകാശം ഒരിക്കലും, അത് ഒരാൾ മൊത്തം സ്വത്തിൻ്റെ ഒരു ഭാഗം, 1/3 ഭാഗം വരെ കൊടുക്കാം, അല്ലാതെ ഇത് മുഴുവനും മക്കൾക്കുള്ള ആർക്കെങ്കിലും അനാഥാലയത്തിനൊക്കെ എഴുതി വെച്ച് മരിക്കാനൊന്നും പാടില്ല. അതിനിപ്പോൾ മക്കൾ നോക്കിയില്ലെങ്കിലും, മക്കളിനി നോക്കിയില്ല, ഒരു ബാപ്പനിമ്മനും നോക്കിയില്ല, ബാപ്പക്ക് ഭയങ്കര ദേഷ്യമായി, ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾക്ക് എൻ്റെ സ്വത്ത് ഞാൻ കൊടുക്കില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നിയമമായിട്ട് തന്നെ നടപ്പാക്കണം എന്ന് തന്നെയാണ് ഖുർആനിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ. ഇനി നോമ്പിലേക്ക് വരികയാണ് കേട്ടോ. സാമൂഹിക ബാധ്യതകളെ പറ്റി പറഞ്ഞു, അനന്തര സ്വത്തിനെ പറ്റി പറഞ്ഞു. ഇനി വീണ്ടും ഇബാദത്തിലേക്ക്, ഇനി ദീന് പഠിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് ദീന് ഓരോ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കണം, ആരാധനാനുഷ്ഠാനങ്ങളിലേക്ക് കയറി വരിക. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇത് റമദാൻ ആയാൽ നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ കേൾക്കുന്ന ആയത്തുകളാണ്. നിങ്ങൾ കുതിബ അലൈക്കും സ്വയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ നോമ്പ് റമദാൻ ഉണ്ടായത് ഖുർആൻ അവതരിച്ച മാസം ആയതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ ഒക്കെ ചില ആളുകൾ പ്രസംഗിക്കുന്നതൊക്കെ, അതൊന്നുമല്ല. റമദാൻ ലോകം തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. എല്ലാ സമുദായങ്ങൾക്കും നോമ്പുണ്ട്, റമദാനുണ്ട്, പുണ്യമുള്ള മാസമാണ്. അപ്പം ആ മാസത്തിൻ്റെ പവിത്രത കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം തുടക്കം റമദാനിലാക്കിയത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ റമദാനാണ് മഹത്വം, ഖുർആനല്ല. ഖുർആന് മഹത്വം ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ റമദാൻ അത്രക്കും പുണ്യമുള്ള, അതായത് മുമ്പ് ഉള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയ പോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ. അപ്പം നോമ്പിൻ്റെ അടിസ്ഥാന ഉദ്ദേശം തഖ്വ ഉണ്ടാവുക എന്നാണ്. ഏത് തഖ്വ? ദാലിക്കൽ കിതാബു, ബഖറയുടെ ഫസ്റ്റ് ആയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക. അലിഫ് ലാം മീം കഴിഞ്ഞിട്ട് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. തഖ്വ ഉള്ളവർക്കാണ് ഖുർആൻ പ്രയോജനപ്പെടൂ എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള ആയത്ത് തുടക്കം നമ്മൾ ഓർക്കുക. ജീവിതത്തിൽ വിജയിക്കുക തഖ്വ ഉള്ളവരാണ്. തഖ്വ വലിയ വിഷയമാണ്. ആ സൂക്ഷ്മതയിൽ അള്ളാഹുവയോടുള്ള ഇഷ്ടത്തോടെ ജീവിക്കുന്ന മുത്തഖികളായിട്ടുള്ള യഥാർത്ഥ ദാസന്മാരായിട്ടുള്ള മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് തഖ്വ വർദ്ധിപ്പിക്കാൻ ഈ റമദാൻ കാരണമാകുന്നത്. ഒരു നോമ്പട് കഴിഞ്ഞാൽ അയാളുടെ
നമ്മളിപ്പോൾ മൊബൈലൊക്കെ റേഞ്ച് കൂടുതലില്ലേ, അല്ലെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് ഇങ്ങനെ ഓരോ കട്ട ഇങ്ങനെ കൂടി വരുന്നില്ലേ, എവിടെന്നെങ്കിലും ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ തഖ്വയാകുന്ന ഒരു അതിങ്ങനെ ലോയിലേക്ക് ഇങ്ങനെ പോവും. നമ്മളിപ്പോൾ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ചാർജ് കുറഞ്ഞു വരില്ലേ, ആ ചാർജ് കൂട്ടുന്ന തഖ്വയുടെ ഗ്രേഡ് കൂട്ടുന്ന അതിൻ്റെ സൂചി മേലോട്ട് വരുന്ന തഖ്വ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും നിർബന്ധമാണ്. അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ, അവിടെ രോഗിയെ അല്ലാഹ് വിട്ടിട്ടില്ല. ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ കുറച്ച് ദിവസമേ നോമ്പുള്ളൂ, പക്ഷേ ഈ നോമ്പ് നിങ്ങൾക്കിപ്പോൾ നോൽക്കാൻ പറ്റില്ല, നിങ്ങൾ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുന്ന യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ദിവസം നോറ്റാൽ മതി. റമദാനിൽ എന്നെ നോൽക്കണമെന്നില്ല, അതിൻ്റെ പുണ്യം അല്ലാഹ് തന്നോളും. റമദാൻ അല്ലാത്ത ദിവസമാണ്. എന്തുമാത്രം ഈ ദീൻ എന്ന് പറയുന്നത്, ഈ ഇസ്ലാം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇസ്ലാം ഉണ്ടല്ലോ, നമ്മൾ കൊണ്ടെടുക്കുന്ന ഈ ആദർശം ഉണ്ടല്ലോ, ഒരു രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ചില മതത്തിലൊക്കെ കാണില്ല, ഇത്ര ഈ ശൂലം കയറ്റുന്നൊക്കെ, ഈ കവിളിലും പുറത്തും ഇറച്ചിയിലൊക്കെ ശൂലം കയറ്റും. ഇതൊക്കെ എന്തുമാത്രം ക്രൂരതയുടെ ഇപ്പം ഷിയാക്കൾ തന്നെ ചില വിഭാഗം കാണാം, ഈ പിന്നെ കർബല സംഭവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച്, ഇതൊന്നും ഇസ്ലാമിലില്ല, 100% ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഒരു പ്രയാസമുള്ള ഒരു കാര്യം, ജീവിതത്തിലൊരു പ്രയാസമുള്ള ഒരു കാര്യം അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, യാത്രയിലും രോഗാവസ്ഥയിലൊക്കെ നിസ്കാരത്തിനും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, രോഗാവസ്ഥയിൽ ഒഴിവാക്കാനല്ല, ജമാ ചെയ്യാനും ഖസർ ചെയ്യാനൊക്കെ അനുവാദമുണ്ട്. അതുപോലെ തന്നെ നോമ്പിനും. വഅലല്ലദീന യുതീഖൂനഹു, ഇനിയിപ്പോൾ അതിനും ബുദ്ധിമുട്ടാണ് വിചാരിക്കുക, അത്രയും ലോങ് ആയിട്ട് കിടക്കുന്നത്. അപ്പം സ്പൈനൽ കോഡ്, പിന്നെ സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള നട്ടെല്ല് രോഗികൾ, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നോമ്പ് കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഫിദിയ കൊടുക്കട്ടെ. തആമു മിസ്കീൻ, ഭക്ഷണം, നമ്മുടെ ഭക്ഷണം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന ആ ഭക്ഷണം എന്ത് ചെയ്യുക, ഫിദിയായിട്ട് വേറെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഫമൻ തതവ്വ, പിന്നെയും കഴിഞ്ഞിട്ടില്ല, തതവ്വ ഖൈറൻ ഫഹുവ ഖൈറൻ അല്ല. ഇനി ആരെങ്കിലും സ്വയം കൂടുതൽ, അതിൻ്റെയൊക്കെ കൂടുതൽ ഒരാൾ വിചാരിച്ചു 2 നോമ്പ് നഷ്ടമായി, ഞാൻ അടുത്തുള്ള ഒരു പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഒരു വൃദ്ധസദനത്തിൽ എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കാൻ പോവാണ്, കുറേ 1-2 ഒന്നല്ല, 1000 ആൾക്കാട് കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം, അൽഹംദുലില്ലാ, അത്ര തന്നെ. തസൂമു ഖൈറൻ ലക്കും, എന്നാൽ നോമ്പെടുക്കല നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് നോമ്പെടുക്കലാട്ടോ, ചുളിവ് വേണ്ടാന്ന്. അപ്പോൾ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോമ്പ് കൊടുക്കല. എനിക്കൊന്നും താലും, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ. അതായത് നോമ്പ് മൂലം നമുക്ക് ഈ തഖ്വ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ തഖ്വയെ സൂക്ഷ്മതയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് നോമ്പ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. നോമ്പ് കൊടുക്കൽ തന്നെയാണ് നല്ലതെന്നും കൂടെ ചേർത്ത് പറയാണ്. അതിന് പറ്റാത്തവരെന്ത് ചെയ്തോ, ഫിദിയ കൊടുത്തോളൂ. ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് ഗതിയായിട്ടുള്ള ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാം, ഗതിയില്ലാത്തവർക്ക്. ഷഹ്റു റമദാനല്ലദീ, അവിടെയാണ് ഈ ആയത്ത്, ഉൻസില ഫീഹിൽ ഖുർആൻ അവതരിക്കുന്നത് റമദാനിലാണ്. എന്ന് വെച്ചാൽ റമദാൻ എന്ന മാസം ഇങ്ങനെ എല്ലാ വർഷവും, ലോകം തുടങ്ങിയ മുതലേ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നുണ്ട്. ആ റമദാനിൽ എന്ത് ചെയ്തു, ഖുർആൻ അവതരിച്ചു. എന്ന് വെച്ചാൽ ഖുർആൻ്റെ മഹത്വം കൊണ്ട് റമദാൻ ആയതല്ല, റമദാൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഖുർആനിനെ റമദാനിൽ ഇറക്കിയതാണ്. ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. അപ്പോൾ ജനങ്ങൾക്ക് ഖുർആൻ എന്തിനാ, ജനങ്ങൾക്ക് മാർഗദർശനമാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഫുർഖാനാണ് സത്യവും അസത്യവും വേർതിരിച്ച്, ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കാണിച്ച് നേർവഴി കാട്ടുന്ന, വ്യക്തതയുള്ള, ജനങ്ങൾക്ക് വ്യക്തത കാണിക്കുന്ന സന്മാർഗദർശക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് റമദാനിലാണ് അവതരിച്ചത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, നിങ്ങൾ നോമ്പ് നോൽക്കുക. ആ മാസം നിങ്ങൾ എത്തിയാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കുക. എല്ലാ വർഷവും റമദാനിൽ നിങ്ങൾ നോമ്പെടുക്കുക. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും
മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ ഏതെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ പിന്നെ അത് എന്നോട് ചേർന്ന് നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാക്കണില്ല. നമ്മൾ ഒരു സ്നേഹത്തോടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് നമ്മുടെ പിന്നെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് പറയാണ്, നീ വരുമ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാൻ, എനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ, ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം എന്ന് പറയുന്ന പോലെ നമ്മൾ എത്രത്തോളം സ്നേഹത്തോടു കൂടെ ഒരു ബോസ് തൻ്റെ സ്ഥാപനത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന പോലെ എന്തൊരു സ്നേഹത്തോടെയാണ് അള്ളാഹു നമ്മുടെ മേലെയുള്ള പരമാധികാരിയെ റബ്ബിന് നോമ്പ് പറ്റാൻ മതി എന്നോട് പറഞ്ഞാൽ മതി. പക്ഷേ വളരെ സ്നേഹത്തോടുള്ള വർത്തമാനം പറയുന്നത്. ഈ യാത്രയിലൊക്കെ ആണെങ്കിൽ അത് വേറെ സമയത്ത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധം പിന്നെ അതിനെ ഒന്നുകൂടെ പറയാണ്. എന്നിട്ട് പറയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്. യസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടാക്കാനാണ്. വലാ യുരീദു ബിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങളാരെയും ഇടങ്ങറാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല. എന്തൊരു റഹ്മാനാണ് പ്രിയമുള്ളവരെ നമ്മുടെ റബ്ബ്. അള്ളാഹു എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമുക്കെല്ലാം തന്നിട്ട് അള്ളാഹുവിന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ. പക്ഷേ ആ ഓർഡർ പോലും ഇല്ലാതെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അള്ളാഹ്ക്ക് അറിയാലോ, മനുഷ്യന്മാർ ദുനിയാവിൽ യാത്രക്കാരുണ്ടാവും, രോഗികളുണ്ടാവും, അല്ലേ? മനുഷ്യർക്ക് വേണ്ടി അവതരിക്കപ്പെട്ട ദർശനമാണിത്. പ്രകൃതിയുടെ ദർശനമാണ്. പ്രകൃതിയെ പോലെ നമ്മളെ അറിഞ്ഞ് നമ്മുടെ റബ്ബ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ്. പിന്നെ നോമ്പിൻ്റെ എണ്ണം പൂർത്തിയാക്കാനോ അതിന് ഒരു എണ്ണ കണക്കുണ്ടല്ലോ, കണക്ക് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വഅലാമാ ഹദാകും, നിങ്ങൾ നിർവഹിലാക്കാനും, വലഅല്ലകും തഷ്കുറൂൻ, നന്ദി കാണിക്കാനും. ഉണ്ട ചോറിന് നന്ദി കാണിക്കുക. അള്ളാൻ്റെ മണ്ണിൽ അള്ളാൻ്റെ വായു, അള്ളാൻ്റെ വെളിച്ചം, അള്ളാഹ് തന്ന ഭക്ഷണം എല്ലാം കഴിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ, അതും ഈ നോമ്പ് വഴി നമ്മൾ പിന്നെ വയറ് വിശപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ വൈകാരിക തലങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ നന്നാവാനും, നമ്മുടെ ശരീരം നന്നാവാനും, അതായത് ഹെൽത്ത് ഉണ്ടല്ലോ നോമ്പിൽ, ആരോഗ്യപരമായിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അള്ളാഹ് തരുന്നതൊക്കെ അള്ളാഹുവോട് നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ അള്ളാഹ് നമുക്ക് തന്നെ ബെനിഫിറ്റ്, നമ്മൾ നിസ്കരിക്കേണ്ട നമുക്ക് തന്നെ ഗുണമുള്ളത്. അപ്പോൾ അത് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മുടെ നിർവഹിലാക്കുന്നതിൻ്റെ പിന്നിലും അല്ലക്കും തഷ്കുറുൻ, നന്ദിയുള്ളവനാകുന്നതിൻ്റെ അവസ്ഥയിലും നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. സ്നേഹം കവിഞ്ഞൊഴുകാണ്. എൻ്റെ ആബിദീങ്ങൾ, എൻ്റെ അടിമകൾ ചോദിക്കുകയാണ് എങ്കിൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ അടുത്തുണ്ടെന്ന്. അള്ളാഹു അകലെയല്ല. നമുക്ക് ഈ പുരോഹിതന്മാരാവശ്യമല്ല. അപ്പം ക്രൈസ്തവ സങ്കല്പത്തിൽ ഒരു പാതിരി അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വഴിയാണ് കാര്യങ്ങളൊക്കെ. അല്ല ഒരു സങ്കല്പം അങ്ങനെയാണ്. ഇസ്ലാമിക ലോകത്തും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ചില വിചാരമുണ്ട്. ഇപ്പം ഒരാൾ പറയാണ് ഉസ്താദെ ദുആ ചെയ്യണം, അത് രണ്ട് മീനിങ് ഉണ്ട്, ഡബിൾ മീനിങ് ഉണ്ട്. ഞാൻ എന്തോ തെറ്റുകാരനായൊരു വ്യക്തി, ഞാനൊന്നും വിളിച്ചാൽ അള്ളാഹ് കേൾക്കില്ല, നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചാൽ കേൾക്കുമെന്ന ഒരു അബദ്ധജടിലമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഖുറാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാൻ ഖുറാൻ ക്ലാസ് എടുക്കണം, നിങ്ങളിത് കേൾക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഈ ഖുറാൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഉസ്താദ് പ്രാർത്ഥിച്ചാൽ വേഗം അള്ളാഹ് കേൾക്കും, ഞങ്ങളെ പോലുള്ളവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് കേൾക്കും. അങ്ങനെയുള്ള വിചാരം വേണ്ടാന്ന് ഈ ആയത്തിൽ പറയുന്നത്. എൻ്റെ ആബിദീങ്ങൾ, നമ്മളൊക്കെ ആബിദീങ്ങളാണ്. 5 നേരം അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നമ്മൾ തമ്മിൽ യാതൊരു വിവേചനവും ഇല്ല. മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഏതിപ്പം മുസ്ലിംസ് വലിയ താടിയുള്ളവരാവട്ടെ, വലിയ തൊപ്പി വെച്ചവരാവട്ടെ, ഏത് പണ്ഡിതന്മാരാവട്ടെ, ആലിമീങ്ങളാവട്ടെ, എത്ര വലിയ ദറജുള്ളവരാവട്ടെ, എന്താവട്ടെ, ഒരാളുടെ തഖ്വ അളക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അള്ളാഹ് അല്ലേ തീരുമാനിക്കണത്? അതെ. തഖ്വ ആര് എത്ര അള്ളാഹ്ക്ക് അടുത്തുള്ള ആളാണെന്ന് അള്ളാഹ് തീരുമാനിക്കുന്നത്. ഒരു സന്ദർഭം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ദൂരെ കൂടെ നടന്നു പോയി. അപ്പോൾ അയാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞു. ആ പോണ വ്യക്തി സ്വർഗത്തിലാന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അയാളോ?
രണ്ടുപേരും അപ്പം തന്നെ അയാൾ പിന്നാലെ പോയി എന്നാണ്. അയാൾ ആരാന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അയാളെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ എന്തുകൊണ്ട് സ്വർഗത്തിലായി എന്നുള്ള വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പറ്റി പഠിച്ചിട്ട് പിറ്റേന്ന് സഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഈ വ്യക്തി ഞങ്ങളത്രയും വിവാദത്തിലൊന്നും ഫോക്കസ്ഡ് അല്ലല്ലോ, അയാളിങ്ങനെ ഒരു സാധാരണ മനുഷ്യനാണല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അയാളുടെ മനസ്സാണ്, അയാളുടെ കൽബാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോട് ഒരു പകയോ വിദ്വേഷമൊന്നും അയാളുടെ മനസ്സിലില്ല. അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അയാളോട് ഈ ലോകത്ത് ദുനിയാവിലെ നാട്ടിൽ ഒരാൾക്കും, നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഈ നാട്ടിൽ ആർക്കെങ്കിലും അയാൾക്കെതിരെ ഒരു പരാതി ഉണ്ടോ? ഇല്ല. അയാൾക്കും അങ്ങനെ തന്നെയാണ്. അയാൾ അങ്ങനെയുള്ളൊരു ശുദ്ധ മനസ്സിൻ്റെ വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ ദർജ നോക്കണേ. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ആബിദീങ്ങളാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ശേഷം ഞാനും നിങ്ങളൊക്കെ ആബിദീങ്ങളാണ്. അതുകൊണ്ട് ആബിദീങ്ങളോട് പറയാം, അവരോട് പറയാം, ആബിദീങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കുക, ഞാൻ അടുത്തുണ്ടെന്ന്. ഖരീബ്, കണ്ട നാടിയേക്കാൾ അടുത്തവനാണെന്ന് അള്ളാഹ് പറയുന്നത്. ഹബിലിൽ വരീദ് പറയുന്നില്ലേ, അത്രയും അടുത്തവൻ. അപ്പോൾ നമ്മൾക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് പള്ളിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഭൂമിയിൽ ഏത് സ്ഥലത്തുനിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിലൊന്നും ഒരു പ്രത്യേക പള്ളിയിൽ നമ്മൾ പോകുന്നത് എന്തിനാ? ജമാഅത്ത് ഒരുമിച്ച് ചേർന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ പള്ളിക്ക് എന്തെങ്കിലും പുണ്യം ഉണ്ടായിട്ടല്ല. ജമാഅത്തിനാണ് പുണ്യം. പള്ളി എന്ന അവിടുത്തെ കോൺക്രീറ്റ് ബിൽഡിങ്ങിനോ അവിടുത്തെ പെയിൻറ്റിനോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഒരുമിച്ച് ചേരുന്നതും നമ്മൾ പരസ്പരം വിശേഷങ്ങൾ സംസാരിക്കാനും പരസ്പരം അറിയാനും പരസ്പരം കണ്ടുമുട്ടലിനൊക്കെ വേണ്ടിയല്ലേ. പിന്നെ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ? വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് തന്നെ പറയാമായിരുന്നു. വീട്ടിൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ആക്കാമായിരുന്നല്ലോ എല്ലാ നിസ്കാരങ്ങളും. അള്ളാഹുവിന് പള്ളി കൊണ്ടുള്ള ഒരു സാമൂഹിക ലക്ഷ്യമുണ്ട്. ജനങ്ങൾ പരസ്പരം അറിയുകയും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും കണ്ടുമുട്ടാനും ഒരുമയും ഐക്യമൊക്കെ നിലനിർത്താനും കൂടിയാണ് ഈ പള്ളി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വിചാരം, പലപ്പോഴും പല ആളുകൾക്കുള്ളൊരു വിചാരമാണ് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ശരി. അങ്ങനെയല്ല. നമുക്ക് അവർ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഒരു ടീമിനോട് നമ്മൾ ഒരു കാര്യം പറയാം, ഒരു നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ട് ആളോട് പറയാം നിങ്ങൾ ദുആ ചെയ്യണം, അത് സിൻസിയറാണ്. നമുക്ക് പറയാം, ഒരു തെറ്റുമില്ല. ആളുകളെ കാണുമ്പോൾ ഒക്കെ നമുക്ക് പറയാം. നല്ല മനുഷ്യന്മാരൊക്കെ കാണുമ്പോൾ നല്ലത് നമുക്ക് തോന്നുന്ന ആളുകളെ കാണുമ്പോൾ ഒക്കെ ഒന്ന് ദുആ ചെയ്യണം കേട്ടോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് കരുതി അത് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് അള്ളാഹു അടുത്തവനാണ്. നമ്മൾ ചിന്തിക്കുന്ന മനസ്സിൽ ആലോചിക്കണമല്ലോ. ഇതുവരെ അള്ളാഹ്ക്ക് അറിയാം. അതിന് ഭാഷകളും പ്രശ്നമല്ല. അറബി തന്നെ പ്രാർത്ഥിക്കണം എവിടെയും പറഞ്ഞില്ല. അറബിയിലാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ മുൻകഴിഞ്ഞ എത്രയും നൂറ്റാണ്ടുകളോളം ജീവിച്ച ഇപ്പോൾ മൂസാ നബി വരെ നരകത്തിലാണ്ട്. മൂസാ നബിക്ക് അറബി അറിയോ? ഈസാ നബിക്ക് അറബി അറിയോ? ഈ പ്രവാചകന്മാരൊക്കെ സ്വർഗത്തിലുള്ളവരല്ലേ. ആദം നബി മുതൽ ഇങ്ങോട്ട് എത്ര പ്രവാചകർ ഹീബ്രു ഭാഷയിൽ സംസാരിച്ച് എത്ര? അറബി സംസാരിച്ച 4 നബിമാരല്ലേ ഇപ്പോൾ ആകെ വന്നിട്ടുള്ളൂ. 4 നബിമാരേ ഉള്ളൂ. അതിൽ തന്നെ ഇസ്മായിൽ നബി അറബി ആയിരുന്നില്ല, ഹീബ്രു അറബ് ഭാഷ പിന്നെ പഠിച്ചതാണ്. അപ്പോൾ ഭാഷ എന്നല്ല, ഖൽബിൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള തേട്ടമാണ് അള്ളാഹുവിന് വേണ്ടത്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥന ആരാണോ ചോദിക്കുന്നത് ആ ദുആ, അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കും. ഫൽയസ്തജീബൂ ലീ വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതിനാൽ ഫലിയസ്തജീബൂ ലി, എൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകട്ടെ. 2-3 കാര്യം. ഈ വിളി എന്ന് പറഞ്ഞാൽ ഞാനൊരു വിളി വിളിച്ചിട്ടുണ്ട്. ഇത് മാനുഷികമായിട്ട് നമ്മൾ പറയാം. നമ്മളൊരാളെ ദൂരെയുള്ള ഒരാളെ നമ്മൾ ഉറക്കെ വിളിക്കുക, ഹലോ, ഫോൺ കോൾ പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരാളെ കുറേ വിളിച്ചു, അയാൾ ഫോൺ എടുക്കണേ ഇല്ല. നമുക്ക് മനസ്സിലായി അയാൾ ഓൺലൈനിലുണ്ട്, അയാൾ എടുക്കാതൊക്കെ തന്നെയാണെന്ന്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഇങ്ങോട്ട് അയാളുടെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക? ആദ്യം നമ്മൾ ചോദിക്കും, എടാ ഞാൻ അന്ന് ഇത്ര എന്നെ വിളിച്ചില്ലേ, ഞാൻ ഫോൺ എടുക്കാം. അതൊന്നുമില്ല, ഞാനൊരു തിരക്കിലായിരുന്നു. അപ്പോൾ ഒറ്റ വാർത്ത നമ്മൾ പറയും, ഞാൻ ഇപ്പോൾ തിരക്കിലാണ്, വെച്ച് പോയിക്കോന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ നമ്മൾ മാനുഷികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു വിഷമമാണത്. കാരണം നമ്മൾ ഒരു പാലിട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം എന്ന് പറയില്ല. അതുപോലെ അള്ളാഹ് നമ്മളോട് പറയും, ഫലിയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി. നിങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് എൻ്റെ വിളി കേൾക്ക്. അപ്പോൾ നിങ്ങൾ യർഷദിലേക്ക്, ശരിയായ പാതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതായത് അള്ളാഹിൻ്റെ ആബിദീങ്ങളായിട്ട് നിങ്ങൾ മാറി
അള്ളാഹുവിൻ്റെ വിളി, അള്ളാഹു ഫദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറയുമ്പോൾ അള്ളാഹു ഉത്തരം നൽകുകയൊക്കെ ചെയ്യുക ആർക്കാണെന്നറിയും. എല്ലാവർക്കും ആബിദ്യങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഉത്തരം നൽകും. പക്ഷേ അത് അള്ളാഹിൻ്റെ വിളി കേൾക്കണം. ഏതാ അള്ളാഹിൻ്റെ വിളി? അള്ളാഹിൻ്റെ വിളിയെ മുഫസ്സിരിങ്ങൾ 2 വിളി. ഒന്ന് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹ് വിളിച്ചത് അങ്ങനെ. ഹാജിമാർ അള്ളാഹിൻ്റെ അതിഥികളായിട്ട് അള്ളാഹ് ഒരു വിളി വിളിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ മരിക്കണതിൻ്റെ മുമ്പ് ഒരിക്കലും ആ മണ്ണിൽ ചെന്നിട്ടൊന്ന് നിൽക്കണം. ഇൻഷാ അല്ലാഹ് നിൽക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നിൽക്കാത്തവരൊക്കെ പോയിട്ട് ഉംറ ചെയ്യാത്തവരും ജീവിതത്തിൽ ഹജ്ജിനും അവസരം കിട്ടാത്തവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരു നിയ്യത്ത് ചെയ്തോളൂ. കാരണം നിയ്യത്ത് പ്രധാനമാണ്. ഒരിക്കലും ഇൻഷാ അല്ലാഹ് മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ അള്ളാഹുവെ ഞങ്ങൾ നിന്ന് നിസ്കരിച്ച എൻ്റെ ആ കഅബ ഷരീഫിൻ്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ, ഒന്ന് തവാഫ് ചെയ്യാൻ, ഒന്ന് സഅയ് ചെയ്യാൻ, അവിടെ മക്കയും മദീനയും ഒന്ന് നിറക്കണ്ണുകളോടെ കാണാൻ, അവിടെ ചെന്നിട്ട് തൗബ ചെയ്യാൻ, കണ്ണുനീരോടെ എൻ്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിധിയേക്കണേ അല്ലാഹ്. ഇതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്ലസ് നിയ്യത്ത് ചെയ്യണം. ആരും വിചാരിക്കേണ്ട പൈസ ഇല്ല എന്നൊന്നും. പൈസക്ക് അള്ളാഹ് തരും. അള്ളാഹ്ക്ക് റിസ്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ കാണുന്ന കാര്യമല്ല കാര്യങ്ങൾ. ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാമരനായിട്ട് മാറും. ഇന്നത്തെ പാവപ്പെട്ടവൻ നാളത്തെ പണക്കാരനായിട്ട് മാറും. അതൊക്കെ എങ്ങനെ രാവ് പകലാവുന്ന പോലെ നമുക്ക് അങ്ങ് മാറും. നമ്മളൊന്നും വിചാരിക്കണം. നമ്മൾ നിയ്യത്ത് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്യണം. അള്ളാഹു അതിലേക്ക് വഴിയിലേക്ക് എത്തിക്കും. മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇനി വീണ്ടും റമദാനിൻ്റെ വിഷയങ്ങളിലേക്ക് വരികയാണ്. وحل لكم ليلة الصيام الرفث إلى نسائكم. അപ്പം ഫാമിലി ലൈഫിൽ ജീവിക്കുന്നവർ ഇപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് പിന്നെ പകൽ നമുക്ക് പിന്നെ പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്ന തെറ്റൊന്നും അല്ല കേട്ടോ. പക്ഷേ ആ രീതിയിലേക്ക് പിന്നെ സെക്ഷുവലി നമ്മൾ പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ റമദാൻ എന്ന സന്ദർഭത്തിൽ രാത്രിയും നോമ്പെടുക്കേണ്ട കാര്യമല്ല. നമ്മളിപ്പം വികാരങ്ങൾ വരെ നിയന്ത്രിക്കണം എന്നാണ് പകല്. പക്ഷെ രാത്രി ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നമ്മളിപ്പം വിശപ്പ് നിയന്ത്രിക്കാൻ കഴിയുമോ? വിശപ്പിന് നമുക്ക് ഒരു കൺട്രോളുണ്ട്. 24 hours ഒരാൾക്ക് പട്ടിണി അടക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരാളിപ്പോൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് യാ റസൂലല്ലാഹ് ഞാൻ രാത്രി പകൽ നോമ്പെടുക്കാൻ പോകണേ 24 hours പറ്റൂല എന്ന് പറയും. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ദർശനമല്ല ഇസ്ലാം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശാരീരിക ആവശ്യമാണ്, വൈകാരിക ആവശ്യമാണ്. അത് രാത്രി കബൂൽ അത് അള്ളാഹ് അനുവദിച്ചതാണ്. അത് പിന്നെ നമ്മൾ ഹറാമാക്കേണ്ട കാര്യമില്ല. ഇത്തികാഫിൻ്റെ നിയത്ത് ഇല്ലാത്ത അവസാനത്തെ 10 സന്ദർഭങ്ങളിൽ ഒഴികെ. ഹുന്ന ലിബാസുല്ലഹും വ അൻതും ലിബാസുല്ലഹുന്ന, വസ്ത്രമാണെന്നാണ് ഖുർആനിൽ. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേ ഈ ലിബാസ് എന്നുള്ള വസ്ത്രസങ്കല്പം. വസ്ത്രം എന്തിനാ? നഗ്നത മറക്കാനാണ്. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറ്റവും കുറവൊക്കെ മറക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നഗ്നതയെ മറ്റുള്ളവർ ദർശിക്കേണ്ട കാര്യമല്ലാത്തത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾക്കൊരു വസ്ത്രം പോലെ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ വൈകാരികതയെ അടുത്തറിയുന്ന ആളാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗജ്. അപ്പോൾ ആ ഒരു പിന്നെ സംവിധാനങ്ങൾ അള്ളാഹ് ഭൂമിയിൽ വെച്ച റഹ്മത്തായിട്ടാണ്. അതൊന്നും ഒഴിവാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പിന്നെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരാളിപ്പം റമദാനിൽ ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അപകടത്തിലാണ് വരിക. ഏതുപോലെ വെച്ചാൽ ഒരു ബലൂണിൽ പിന്നെ നമ്മൾ വീർപ്പിച്ച് ലാസ്റ്റ് അത് പൊട്ടുക ചെയ്യാം. അപ്പോൾ ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ വെള്ളം സ്മൂത്തായിട്ട് പോകുന്നൊരു പൈപ്പ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൊത്തം പ്രഷർ കൊണ്ട് പൈപ്പ് പൊട്ടിയിട്ട് ആകെ, അല്ലെങ്കിൽ മെഷീൻ മൊത്തം തകരാറാവുന്ന അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മുടെ ശരീരത്തോട് നമ്മൾ ശരീരദ്രോഹമല്ല. ഇസ്ലാമിൻ്റെ ഒരു ആരാധന സംവിധാനങ്ങളും അങ്ങനെ ഇല്ല. അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും. അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പ് ഏകിയിരിക്കുന്നു. അള്ളാഹ് നിങ്ങളോട് തൗബ ചെയ്യാനും അള്ളാഹ് അഫു ചെയ്യാനൊക്കെ തയ്യാറാണ്. നിങ്ങൾ അള്ളാഹുവിനെ അറിയണം. നിങ്ങളെ തന്നെ പിന്നെ ഇവിടെ അലിമല്ലാഹു അന്നകും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ സ്വന്തം ശരീരത്തെ വഞ്ചനയിൽ അകപ്പെടുത്താനല്ല ഇതൊന്നും, ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കിയതിനല്ല. അള്ളാഹു തൗബ സ്വീകരിക്കാനും അള്ളാഹു അഫു ചെയ്യാനുമാണ് ഈ നോമ്പും ഈ ഹജ്ജാവട്ടെ നമസ്കാരങ്ങളാവട്ടെ ഇതൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല.
فالآن باشروهن وابتغوا ما كتب الله لكم. അപ്പോൾ അള്ളാഹു നിയമമാക്കി വെച്ചിട്ട് ഉള്ള വിഷയങ്ങൾ അത് നിങ്ങൾ തേടുക, അതിലപ്പുറത്തേക്ക് നിങ്ങൾ പോവും വേണ്ട. എന്നാൽ വകുലു വഷ്റബു ഹത്താ തതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അള്ളാഹ് അനുഭവിച്ചെന്ന് നിങ്ങൾ ചെയ്തോളൂ രാത്രി, അത് നിങ്ങൾ നിഷേധിക്കണ്ട. ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് നോമ്പ് കാലത്ത് ഇതൊന്നും പാടില്ല, അതൊക്കെ പാടുണ്ട്. രാത്രി നിങ്ങൾ ഭക്ഷിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിൽ കഴിയുന്ന ഓവറാവണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോളൂ, ഹലാലൻ തൊയ്ബായിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അതായത് അബിയല്, അതായത് വെള്ള കാണുന്നത് വരെ. അപ്പോൾ സുബൈൻ്റെ സമയമാണത്. ശരിക്കും വെള്ള നൂലെടുത്തിട്ട് നമ്മളിങ്ങനെ രാത്രി, വേറെ ലൈറ്റൊന്നും ഇല്ലാത്തടുത്തിട്ടോ, രാത്രി ഒരു വെള്ള നൂലെടുത്ത് ഇങ്ങനെ പിടിച്ചാൽ ആ വെള്ള നൂല് വെള്ളയാന്ന് മനസ്സിലാവുന്നത് സൺലൈറ്റ് വരുമ്പോഴാണല്ലോ. ആ സൺലൈറ്റിൻ്റെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളയെന്ന് മനസ്സിലാവും. അത് വരുന്ന വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കുകയും ഇതുപോലെ ലൈംഗിക ജീവിതമൊക്കെ നമുക്ക് ആവാം എന്ന് തന്നെയാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ثم أتموا الصيام إلى الليل. പിന്നെ രാത്രിയാവുന്നത് വരെ നോമ്പ് നോൽക്കുക. ولا تباشروهن وأنتم عاكفون في المساجد. പിന്നെ പള്ളികളിൽ വചനം ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഈ ഒരു സംവിധാനം, അതായത് ലൈംഗികതയൊക്കെ നമ്മൾ ഒഴിവാക്കുക, ആ ചിന്തകൾ. കാരണം അത് പൂർണ്ണമായിട്ട് അങ്ങനെ ഇഴ്തികാഫിന് നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 10 ദിവസമല്ലേ, അതൊക്കെ പറ്റും, പോസിബിളാണ്. അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, അതിൽ പറ്റുമെങ്കിൽ ഈ മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കണം എന്നല്ല, നല്ലത്, ഏറ്റവും അഫ്ളൽ അതാണ് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ ചിന്ത പൂർണ്ണമായിട്ട്, കാരണം നമ്മൾ എല്ലാ വിഷയത്തു നിന്നും വഴിമാറി വർഷത്തിലൊരു 10 ദിവസം പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് മടക്കം, അതിൻ്റെ ഒരു എക്സ്ട്രീം നമ്മൾ റമദാനിൻ്റെ ഒരു കലാശക്കൊട്ട് തന്നെ പറയാം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തേണ്ടതുണ്ട്, പറ്റുന്നവരിട്ടോ. ഇതും ബുദ്ധിമുട്ടാക്കുക, നിർബന്ധമൊന്നുമല്ല ഇഴ്തികാഫ് എന്നുള്ളത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹാ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില അതിർവരമ്പുകളാണ്. അതുകൊണ്ട് അതിനോടൊന്നും നിങ്ങൾ അടുക്കരുത്, അതൊന്നും തെറ്റ് ചെയ്യരുതെന്ന്. അങ്ങനെയുള്ള ഒരു ഡെഡ് ലൈന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. كذلك يبين الله آياته للناس لعلهم يتقون. അള്ളാഹു വ്യക്തമാക്കിയ അവൻ്റെ ആയാത്തുകൾ, വ്യക്തമാക്കുന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ലിന്നാസി, എന്തിന്, ലഅല്ലക്കും യത്തഖൂൻ, തഖ്വ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ولا تأكلوا أموالكم بينكم الباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. ഹക്കും ബാത്തിലും നമ്മൾ നോക്കാത്തൊരു കാര്യമെന്ന് പറയാം. സമുദായത്തിൽ നല്ല ശതമാനം ആളുകളും ഹക്കും ബാത്തിലും, അപ്പോൾ ബാത്തിലായിട്ടുള്ള രീതിയിൽ, അന്യായമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരു രീതിയിലും പൈസ ഉണ്ടാക്കരുത്. നോമ്പ് പറഞ്ഞിട്ടേ, ഹജ്ജ് പറഞ്ഞിട്ടേ, ഇത്തികാഫ് പറഞ്ഞിട്ടേ പറയണ വിഷയം സമ്പത്താണ്. അമ്പാല്, പൈസ എങ്ങനെയും വരാന്നുള്ള ഒരു പോളിസി അല്ല വിശ്വാസിക്കുക. ഹലാലാവണം എന്ന് തന്നെയാണ്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ, സാധുവായൊരു മനുഷ്യൻ, എനിക്ക് തോന്നുന്നത് ഗൾഫ് രാജ്യത്തെ ഏതോ ഒരു പാവപ്പെട്ട രാജ്യത്താണ്, പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ ഉന്തുവണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു മനുഷ്യനോട് ഒരാൾ വന്നിട്ട് ഒരു ഇസ്ലാമികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്തോ ഖുറാനിൽ എന്തുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദ്യം ചോദിക്കുകയാണ്. അയാൾ അതിന് കൃത്യമായ ആൻസർ പറഞ്ഞപ്പോൾ ഒരു കെട്ട് പൈസ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുകയാണ്, ഒരു കെട്ട് പൈസ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കുള്ള സമ്മാനമാണ്, നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ നമ്മൾ കാണാറുണ്ടല്ലോ. ആ മനുഷ്യൻ പെട്ടെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അയാളത് ചിരിച്ച്, അത് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച്, എന്നിട്ട് അയാളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അത് വാങ്ങാതെ ചോദിക്കുകയാണ്, ഇത് ഹലാലാണോ? അല്ലാഹ്, അയാൾ ആ ചോദ്യകർത്താവ് ഉണ്ടല്ലോ, അയാൾ കരഞ്ഞു പോവാണ്, അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോവാണ്. ആലോചിച്ച് നോക്കൂ, ഇതൊരു വിശ്വാസിയുടെ പോളിസി ആവണം.
ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ടാലും സമ്പത്തുമായിട്ടുള്ള ഹൃദയബന്ധം അവസാനിപ്പിക്കണം. അള്ള തന്ന ഹലാല് മാത്രം എനിക്ക് മതി എന്ന് നമ്മൾ വിചാരിക്കണം. അള്ളാഹുവേ, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ല. ഒരു രീതിയിലും ഒരു നയാ പൈസ ജീവിതത്തിൽ ഹറാമായത് ഞങ്ങളുടെ ഒന്നും വയറ്റിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കല്ലേ അല്ലാ എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് ദുആ ചെയ്യണം. സമ്പത്തിൻ്റെ കാര്യം വളരെയധികം സൂക്ഷിക്കണം. ഇതിപ്പോൾ അനന്തര സ്വത്ത് ഓരി വെക്കുന്ന വിഷയം മേലെ പറഞ്ഞു, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു. لِتَأْكُلُوا فَرِيقًا مِّنْ أَمْوَالِ النَّاسِ بِالْإِثْمِ وَأَنْتُمْ تَعْلَمُونَ. അന്യരുടെ സ്വത്തുനിന്ന് എടുക്കുന്ന പൈസ, ഇപ്പോൾ നമ്മൾ അതിരുകല്ല് മാറ്റി വെച്ചിട്ടും പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് അറബിനെ പറ്റിക്കുക എന്ന് പറഞ്ഞപ്പോൾ അറബിനല്ല, മലയാളികൾ തന്നെ പറ്റിച്ചും പരസ്പരം എന്തുമാത്രം പിന്നെ വലിയ തെറ്റാണെന്നറിയോ. ഒരു സഹോദരൻ്റെ അനുഭവം, പിന്നെ ഒരു ഗൾഫിൽ വെച്ചിട്ട് എത്തിയ സന്ദർഭത്തിൽ, വളരെ അത്യാവശ്യമായ സന്ദർഭത്തിൽ ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സഹോദരൻ ഇങ്ങനെ ചെന്നത് പിന്നെ ഒരു വലിയ താടിയുള്ള നല്ല തൊപ്പി, കണ്ടാലൊരു ദീനിയായ മനുഷ്യൻ. അപ്പോൾ കാറ് വാങ്ങാൻ ചെന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കട്ടെ. എന്നിട്ട് പള്ളിയിൽ കയറിയിട്ട് ഭയങ്കര നിസ്കാരം, കുറേ നേരം നിസ്കരിച്ച് വലിയ ദിക്റും കാര്യങ്ങളൊക്കെ ചെല്ലണം. അപ്പോൾ മറ്റേയാൾക്ക് തോന്നി ഇയാൾ നല്ല മനുഷ്യനാണ്. എന്ത് പറയാൻ, വലിയൊരു തുകക്ക് ആ കാറ് പറ്റിച്ചു. വലിയ ഒരു പ്രയാസപ്പെടുത്തി ഈ മനുഷ്യനെ ആ കാറ് വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. എന്നിട്ട് ഈ മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇതൊക്കെ നമ്മൾ ഈ സമ്പത്ത് എങ്ങനെയൊക്കെ എന്ത് വഴി പൈസ വന്നാലും പൈസ അങ്ങോട്ട് എടുക്കുക എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാണ്. ഹലാലാണോ എന്ന് ഒരു സ്ക്രീനിങ്, എന്ത് കാര്യവും ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ വേറൊരു വിഷയത്തിലേക്ക് വരുന്നുണ്ട്, അവിടെ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, അത് അനന്തര സ്വത്ത് വീതം വെക്കുന്ന വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്ത് ഏതൊക്കെ വഴിയിൽ വരുന്നെങ്കിലും ഒക്കെ ഹലാലായ രീതിയിൽ അത് സ്വീകരിക്കാനും ഹജ്ജും ഉംറയൊക്കെ ജീവിതത്തിൽ ചെയ്യാനും. വിശുദ്ധ റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ നമ്മൾ കാത്തിരിക്കണം. ഈ റമദാനെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുന്ന രീതിയിൽ പ്രയോജനപ്പെടാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. കഴിഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള റമദാനുകളിലൊക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരണേ അല്ലാ. ഇനിയുള്ള റമദാനുകൾ അള്ളാഹുവെ ജീവിതത്തിൽ എത്ര റമദാൻ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നവരിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.